എന്നാൽ ഇത് ആരടാ ഇതിന്റെ ചില്ല് തീർത്തത്? ആർക്കറിയാം? വല്ല തേങ്ങ വല്ല വീണായിരിക്കൂ. പിന്മാതൽ നിയമനമായിരുന്നു. PS എഴുതാതെ പുള്ളി ജോലിക്കുന്നത് മനസ്സിലാണോ? ഇപ്പൊ അതാണോ നിന്റെ പ്രശ്നം? എടാ ചില്ല് തകർത്താരെന്ന് പറ. ആണെന്ന് പറഞ്ഞ കേട്ടോ, ഞാൻ തകർത്ത പോലെയാണല്ലോ. ശമ്പളം കിട്ടാനുള്ള ആരെങ്കിലും തകർത്താണെങ്കിലോ? അങ്ങനെയാണ് എല്ലാ ഡിപ്പോയിലും ഇപ്പൊ പൊട്ടി കാണുമല്ലോ. ഇവിടെയാണ് ഉദ്ഘാടനമെങ്കിലോ ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കൂലേ? പോലീസ് വരും, പോലീസ് വരും. നമസ്കാരം സാറേ. ഇവിടെ ഇങ്ങനെ സംഭവം ആദ്യമായിട്ടാ. അതിന് അല്ല, സർക്കാർ ബസ്സല്ലേ പൊട്ടിച്ചനെ പിടിക്കണം സാറേ. അതിനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കണേ. അതെ. ഇത് കൗടി തരത്തിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇല്ല സാർ. ചോദ്യം ചെയ്യണം. ബസിന്റെ ചില്ലുകളാണ് എറിഞ്ഞു പൊട്ടിച്ചിട്ടേക്കുന്നത്. ഇതൊന്നും മാറ്റി മൂളിന്ന് വിളി വരും. ആരാ ചില്ല് പൊട്ടിച്ചേ? ബഹുവചനം വേണ്ട, ഒറ്റ എണ്ണത്തിന് വെറുതെ വിളിയാൻ എല്ലാത്തിനും വെക്കും. സാറേ, ഞങ്ങളെ KSRTC സ്റ്റാഫുകളാണ്. സ്റ്റാഫല്ലേ? അല്ലാണ്ട് KSRTC ഓണറൊന്നുമല്ല. അതല്ല, എനിക്ക് എല്ലാവരും സംശയമുണ്ട്. പുള്ളിക്ക് സ്വന്തം ഭാര്യ ഒരു സംശയമുള്ള ആളാണ്. സാർ ചില്ല്. ഇത് മണത്ത് കഴിഞ്ഞാൽ ആരാന്നറിയാൻ പറ്റും. എനിക്കതല്ല ഡൗട്ട്. ഇനി കൽക്കണ്ട വന്ന് പറഞ്ഞ് പിള്ളേർ തിന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തിന്നു. പൂട്ടും. ഈ ചില്ല് പൊട്ടിച്ചവനെ മണിച്ചിത്രായിട്ട് പൂട്ടും. എറിഞ്ഞവനും പൂട്ടും, കൂട്ടുന്നവനും പൂട്ടും, കൈവലം കിട്ട് പൂട്ടും. ചില്ല് പൊട്ടി ശബ്ദം ആദ്യം കേട്ടതാരാ? ഞങ്ങൾ കേട്ടില്ല. ഞങ്ങളല്ല സാർ. നിങ്ങളൊക്കെ പൊട്ടന്മാരാണ്. പൊട്ടന്മാരല്ല, പക്ഷെ ഞങ്ങൾ കേട്ടില്ല സാർ. കേട്ടില്ല? ഇല്ല. ഞങ്ങൾ ചായ കുടിക്കാൻ പോയ സമയത്താണ് സംഭവം നടന്നേക്കുന്നത്. അതെ സാർ. ഓഹോ, പ്രതിക്ക് കൃത്യം ചെയ്യാൻ അവസരമൊരുക്കി നിങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് മാറി കൊടുത്തു ഞാൻ പറഞ്ഞാൽ സാറിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും. കൊടുക്ക് സാർ. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രതിയെ കിട്ടണം, അത്രല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ CCTV. അവിടെ ഉണ്ട്, അതാണ്. ആഹാ, പേടിക്കണ്ട, പ്രതിയെ കിട്ടി കഴിഞ്ഞു. ഉറപ്പിച്ചോ? എടാ, പ്രതിയെ കിട്ടാം. ഇവിടെ വെച്ചില്ലെങ്കിൽ എവിടെ വെച്ച് വേണോ കിട്ടാം. പക്ഷെ നിന്നെ ഒരിക്കലും ഇവിടെ വെച്ച് പിടിക്കാൻ പാടില്ല. നിന്നെ നാട്ടുകാരെ മുന്നിട്ട് പിടിക്കണം. അത് എന്തിനാണ്? എടാ കോപ്പെ, നിന്നെ ഇവിടെ ഇട്ട് പിടിച്ചാൽ ആരറിയാൻ? ചാനലിൽ കൂടെ ആൾക്കാരെ അറിയില്ലേ? എടാ, നീ നാറിയത് നിന്റെ നാട്ടുകാരെ മുന്നിലല്ലേ? അപ്പം നമ്മൾ ഇവിടെ വെച്ച് പിടികൊടുത്ത ഒരു ഗുമ്മ് കാണൂല. നാട്ടുകാരുടെ മുന്നിലൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ കിട്ടി. അത് വേണ്ടേ? മനസ്സിലായി. യു ആർ വെരി ബ്രില്യന്റ് വൈശാഖ. നമുക്ക് ബസ്സിൽ പോവാം. ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. ടിക്കറ്റ് ആരെടുക്കും? നീ എടുത്താൽ അന്ന് ഒട്ടും താമസിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ. സ്വന്തം വകുപ്പിലെ 4 ബസ് സംരക്ഷിക്കാൻ പറ്റാത്ത ഇദ്ദേഹമാണോ നാട് സംരക്ഷിക്കാൻ നടക്കുന്നത്? ഇദ്ദേഹം മന്ത്രിയാണെന്ന് പറയാൻ നമുക്ക് ലജ്ജ തോന്നുന്നു. പറ്റില്ലെങ്കിൽ വേറെ പണിക്ക് പോകാൻ പറ. വൈശാഖ, നിന്റെ എക്സ്പീരിയൻസിൽ ഈ റിമാൻഡ് എത്ര ദിവസം വരും? 14 days. ഓ, അപ്പൊ 14 ദിവസത്തെ ഡ്രസ്സ് നമ്മൾ കരുതിയാൽ മതിയില്ലേ? കളർ ഡ്രസ് ഇടാൻ പറ്റുമോ? നീ എന്താ ട്രിപ്പ് പോണ അവിടെ? ജീവിതം തന്നെ ട്രിപ്പല്ലേ വൈശാഖ? എൻജോയ്. ബസിന്റെ കല്ലെടുത്ത സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പ്രതിഷേധം അലയടിക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണത്? കണ്ടാടാ, നിന്റെ ഒറ്റ ഏരിയയിൽ കേരളം നിന്ന് കത്തുന്ന കണ്ടാ? കത്തട്ടെ, എല്ലാം കത്തി നശിക്കട്ടെ. ചരിത്രത്തിൽ നമ്മുടെ 2 പേരുടെ പേരുകളും രേഖപ്പെടുത്തണം. നിന്റെ പേര് മതി, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇല്ല, നിന്റെ പേരുണ്ട്. വിനോദ, വൈശാഖ, നിന്റെ പേരുണ്ട്. നിർബന്ധിക്കരുത്. ഇവനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് പുല്ല്. കേരളത്തിലെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവിനെ പണി പഠിപ്പിക്കണ്ട. പ്രതിയെ നമ്മളുടൻ കസ്റ്റഡിയിൽ എടുക്കും. മിടുക്കന്മാരായിട്ടുള്ള പോലീസുകാര് കേരള പോലീസിലുണ്ടല്ലോ. നിന്റെ നിപ്പും മട്ടൊക്കെ കണ്ടാ നീ ഏതാണ്ട് ഗൾഫിൽ പോവാൻ പോകുന്നതിലുണ്ടല്ലോ. ഇപ്പൊ ഏതാണ്ട് ഇതൊരു ഗൾഫ് തന്നെയാണ് കേട്ടോ. പിന്നെ അനുഗ്രഹിക്കണം. വേണോ? വേണ്ട, ചപ്പാത്തി വേണ്ട, ഞാൻ കഴിച്ചു. വൈശാഖ, നീ പറഞ്ഞത് റിമാൻഡ് 14 ദിവസം എന്നല്ലേ? 14 ദിവസത്തെ ഡ്രസ് എടുത്തിട്ടുണ്ട്. 15ാമത്തെ ദിവസമായി കഴിഞ്ഞാ അവര് തരേണ്ടി വരും. ഓക്കെ, അത് നീ ഏറ്റോളണം. പിടിക്കടാ, എടുത്തേ, ടാറ്റാ.
ടാറ്റ, ടാറ്റ. അച്ഛാ പോലീസ് ജീപ്പിന്റെ വട്ടം ചാട്. പിടിക്കല്ലോ വലിച്ച അച്ഛാ അച്ഛൻ ചോദിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കണേ പ്ലീസ്. വണ്ടി എടുത്ത് വണ്ടി എടുത്ത്. ഈ പ്രദീപ് ചേട്ടാ ഈ പ്രദീപിന്റെ വീട് ഏതാ? സാറേ കുറച്ച് മുന്നോട്ട് ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു കള്ളലക്ഷണം മുന്നോട്ട് ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ ഓ ശരി. സാർ ഇവനോട് കൊണ്ടുപോയി ഒരുപാട് ആഗ്രഹിച്ചാണ്. പ്രതി പോലീസുകാർക്ക് രാജ കാണിക്കുന്നു. എന്നാലും അവരെന്താണോ പിടിക്കാതെ പോയത്? ഇതൊക്കെ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ. അന്ത് പിടിക്കാതെ പോയത്? എടാ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രിവാൻഡ്രത്തിൽ ആ. മാവേലിക്കര വരെ എത്താൻ കുറച്ച് സമയമെടുക്കും. ഓ നമുക്ക് അങ്ങാട്ട് പോയി കീഴടങ്ങിയാലോ? വെരി ഗുഡ് ഐഡിയ. ബസ് ആ സെക്ഷൻ്റെ വാങ്ങാം. ഉറപ്പായിട്ടും. ഓക്കെ. ഹലോ, റിപ്പോർട്ടർ ചാനൽ അല്ലേ? 24 ന്യൂസ് അല്ലേ? ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ? ആ മുട്ട ഉണ്ടോ കേട്ടോ അവിടെ? അതെ, ഒറ്റ ഷോട്ട്സിൽ ന്യൂസ് വായിക്കുന്ന ഹാഷർ ഉണ്ടോ അവിടെ? അതൊക്കെ പറ. KSRTC ബസ്സിൽ കല്ലെറിഞ്ഞ പ്രതി ഇന്ന് കീഴടങ്ങും. ഇനി ഏത് ചാനലുണ്ട്? സഫാരി ചാനല്. രണ്ട് ഇന്റർവ്യൂ ചേട്ടാ ചേട്ടനല്ലേ മറ്റേ വീഡിയോയിലുള്ള? ചേട്ടാ ചേട്ടനെ സമ്മതിക്കണം. ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ. ഇല്ലില്ല. ഒരു സെൽഫി ഒന്ന് ചിരിക്കട്ടെ. ഒരു സെൽഫി. ഇതെന്താ ഫുൾ ഹിന്ദിക്കാരൊക്കെ ഉണ്ടല്ലോ. ഹിന്ദിയിൽ പിടികൊടുക്കേണ്ടി വരും ഇനി. എടാ, ഞാൻ വിളിച്ച ചാനലുകാർ എല്ലാവരും വന്നിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് കയറി പറയാൻ നീ എല്ലാം ചെയ്തത്. താങ്ക് യു വൈശാഖ. ഞാൻ അകത്ത് പോയി പിടികൊടുത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സിസ്റ്റം ചേഞ്ച് ചെയ്തിട്ട് വരാം. നീ ഇവിടെ റെസ്റ്റ് ചെയ്യ്. ഓക്കെ ഓക്കെടാ. വിനോദേ, എന്താടാ? എടാ കുറച്ചുകൂടെ മാസാവും. കൗണ്ടർ അടിച്ച ശീലം മാസ് പിടിക്കാല്ലേ? വർക്കാണ്. മാസ് ഇതായിരിക്കും. ഈശ്വര, തോക്കിന് പിടിവെച്ചിടും. ഉയരോടെ വന്നാ മതിയായിരുന്നു. സിയെ അകത്തുണ്ട്. ഹായ്ടാ. ഇരിക്കും ഇറങ്ങി വാടോ. ஏறடா ഞാനൊരു കഥ സൊല്ലട്ടുമാ? കഥ സൊല്ല്. KSRTC ബസ്സിന് കല്ലെറിഞ്ഞ പ്രതി പിടിച്ചു. പിടിച്ചിട്ടില്ല. പിടിച്ചു മോനെ. പിടിച്ചിട്ടില്ല. കിടന്നു കിടക്കണ. ഇവരാരാണ്? ഓ അയാളാർക്കും മീഡിയക്കാരോട് വെയിറ്റ് ചെയ്യാം. അല്ല സാർ, യഥാർത്ഥ പ്രതി ഞാനാണ്. KSRTC അവൻ സാർ പറയൂ സാർ, എന്താണ് സാർ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്താ സാർ എന്താണ് സാർ അവിടെ സംഭവിച്ചത്? KSRTC ബസ്സിന്റെ ജില്ല കല്ലുകൊണ്ട് എറിഞ്ഞു പൊട്ടിച്ചവനാ. സാർ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാളെ? ഭുവൻ ചന്ദ് വിനോദ് അനിയ അടങ്ങ്. ഫ്രം ബംഗാളി. സംഭവം പൂർവ്വരേഖയാണ്. പൂർവ്വമായിരിക്കും. അതെ. സാർ വ്യക്തമാക്കാമോ? ഇവന്റെ അച്ഛൻ ബസ്സിൽ കയറിയിട്ട് ബാലൻസ് അങ്ങോട്ട് കൊടുത്തിട്ടില്ല എന്നൊരു പ്രശ്നമാണ്. പക്ഷെ കേസ് കേരളം വിട്ട് ബംഗ്ലാദേശിൽ നിൽക്കില്ല. ബംഗ്ലാദേശോ? ഒരു മിനിറ്റ് സാർ, ഇപ്പോഴാണ് സാർ കോടതിയിൽ ഹാജരാക്കുന്നത്. എടാ നീയാണെന്ന് പറയടാ. അവനാണ് പ്രതി. സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ ബംഗാളിന്ന് ഒരാളെന്നൊക്കെയാണ്. ഞാൻ ആരാണ്? നീ അവരെടുത്ത് പറ. പോയി ഈ KSRTC ബസ്സിന് കല്ലെറിഞ്ഞില്ലേ, ആ പ്രതി ഞാനാ. സാർ സത്യമായിട്ട് ആ പ്രതി ഞാനാണ്. സാർ വിശ്വസിക്കണം. സാർ വേണമെങ്കിൽ അവിടുത്തെ CCTV ചെക്ക് ചെയ്തോളൂ, അതിൽ എന്നെ കാണാം. KSRTCയുടെ CCTV 2 വർഷമായിട്ട് കംപ്ലൈന്റ് ആയിട്ട് ഇടയ്ക്ക്. അത് ശരിയാക്കാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവർ ശമ്പളം കൊടുത്തു തീർത്തേ. സാർ CCTV ഓഫീസ് എവിടെയെന്ന് അറിയോ? സാർ ഞാൻ കണ്ടു. സാക്ഷി ചായ കുടിക്കാല്ലേ? നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ല വൈശാഖ. സിസ്റ്റം ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ എന്റെ കൂടെ ഇറങ്ങിയിട്ട് എന്തൊരു ജ്യൂസ് കൂടിയാണ് ഇത്. എന്റെ ബാങ്ക് ബാലൻസ് മൊത്തം തീർന്ന്. ഇത് ലാസ്റ്റ് ജ്യൂസാണ്, നോക്കിക്കോ. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രതികരിക്കാത്ത ശവമേ. ആവശ്യമുള്ള എന്തിനെങ്കിലും പ്രതികരിക്കും ഞാൻ. 2 പപ്സ്. ഫുഡ് സേഫ്റ്റി മാഡം ഇല്ലേ ഇത്? മാഡം വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. മാഡം ഇവിടെ വരുമെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ഫോളോ ചെയ്ത് വന്നു. മാഡം എന്താ ഇവിടെ? ഞാനൊരു കേക്കിന് ഓർഡർ കൊടുത്തിരുന്നത് വാങ്ങിക്കാൻ വന്നതാ. ഓ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്റെ അല്ല, മോളുടെ. അപ്പൊ മോളോട് നമ്മൾ അന്വേഷണം പറഞ്ഞേ. പറയാം. എന്നാലും മാഡത്തിന് ഞങ്ങളെയും കൂടിയും വിളിക്കായിരുന്നു. വിനോദൻ വൈശാഖൻ. അത് അങ്ങനെ വലിയ പരിപാടിയൊന്നുമല്ല, നമ്മള് 3 ആളേ ഉള്ളൂ. എന്നാലും നമ്മളെയും കൂടെ ഒന്ന് വിളിക്കായിരുന്നു. അല്ല ഈ കേക്ക് എത്ര പേർക്ക് കഴിക്കാൻ പറ്റും ബ്രോ? ഒരു 10-20 പേർ കഴിക്കാം. അവൻ പോയി കേക്കായിട്ട്. നടക്കാലേ.